ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് അടൂർ ഏനാത്ത് പോവാണ്. അപ്പോൾ എൻ്റെ ഇക്കാടെ ഒരു കസിൻ അവിടെയാണ് താമസം, ഏനാത്ത് കുളക്കട ഭാഗം. അപ്പം ഞങ്ങളുടെ കൂടെ വരാൻ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ഒരാളല്ല, 2 പേരുണ്ട്. അപ്പോൾ ഒരാളെയും കൂടെ പൊക്കാനായിട്ട് ഞങ്ങൾ കടയിൽ വന്നതേ അയാളെയും കൂടെ അവിടെ നിന്ന് പൊക്കുവാണ് കേട്ടോ. അപ്പോൾ അയാൾ കുറേ നേരം കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി പറ്റില്ലല്ലോ, അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്ത് കുറേ നേരം കൊണ്ടിരിക്കുമല്ലേ. എങ്കിലും അയാളും കൂടെ കൊണ്ടുപോയി ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ കൂടെ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഇതാണ്ട് ഇരിക്കുന്നത് കേട്ടോ. അവൻ ഒരുപാട് ടയേർഡാണെന്ന്, അവൻ വരുന്നില്ലെന്ന്, അവന് വൈകിട്ട് ജിമ്മിന് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ ഒരുപാട് ലേറ്റായി പോകുമെന്നും പറഞ്ഞു. എന്തായാലും അവനെ കൂടെ വലിച്ചു കയറ്റി കൊണ്ടുപോകാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇത് ആദികാട്ടൂരിൻ്റെ പള്ളിയാണ് കേട്ടോ. ഇത് എൻ്റെ ജന്മസ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഈ പള്ളിയിൽ ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഇപ്പോൾ എൻ്റെ അമ്മ, പപ്പ, എൻ്റെ ബന്ധുക്കൾ, മിക്ക ആൾക്കാരും മരണപ്പെട്ടവരെല്ലാം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം എൻ്റെ നാടല്ലേ, അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക കുളിർമയാണ് എൻ്റെ നാട്ടിലേക്ക്. പിന്നെ അതാണ്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജീന പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് കയറണേന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ എത്തി കേട്ടോ. അടൂര് കഴിഞ്ഞു, ഏനാത്ത് ഭാഗം, ഏനാത്ത് ഭാഗം എത്തി. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. കാരണം അവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരുടെ കൊച്ചു കുഞ്ഞൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം എൻ്റെ മോനാണെങ്കിൽ ഏത് കടയിൽ കയറിയാലും അവന് എന്തെങ്കിലുമൊക്കെ പറക്കി കൂട്ടണം. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് കേട്ടോ. അവന് ബിസ്ക്കറ്റ്, മിഠായി, ഇതൊക്കെയാണ് എൻ്റെ മൂത്ത മോൻ്റെ ഹോബി. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീടാണ്, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ വരുമെന്നും പറഞ്ഞ് നേരത്തെ ഒരു കൂട്ടർ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച് അവരിങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ചെന്ന പാടെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും അവിടുത്തെ കൊച്ചു കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ തറയിൽ ബെഡ് ഇടാറുണ്ട്. അങ്ങനെ എൻ്റെ മക്കൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്ഷീണമായി. അവർ 2 പേരുടെ കയറി അവിടെ കിടന്നു. പിന്നെ നമ്മുടെ കസിൻ്റെ ഹസ്ബൻഡും അവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് കൊച്ചു പിള്ളേരെ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പം നേരത്തെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എൻ്റെ മിച്ചുവിന്. ഞങ്ങൾക്കാണെങ്കിൽ കായംകുളത്ത് വന്നിട്ട് ഞങ്ങൾക്ക് കിങ് ഫുഡിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റിലാണ് ഞങ്ങളിവിടുന്ന് വണ്ടിക്കകത്ത് കയറിയപ്പോഴേ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കിങ് ഫുഡിൽ വന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാൻ താമസമാണല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് വിശന്നിരുന്നപ്പോഴത്തേക്ക് എത്തി മന്തി. അപ്പോഴത്തേക്ക് മിച്ചുവിനൊന്നും മന്തി വേണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ജീനയ്ക്കും മാത്രം മതിയായിരുന്നു മന്തി. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ക്വാർട്ടറല്ല, ഒരു പകുതി അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. അവർക്ക് പൊറോട്ട, ഒരാൾക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും, ഒരാൾക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയുമാണ് മേടിച്ചത്. അങ്ങനെ അവിടുന്ന് 2 കൂട്ടി ഞങ്ങൾ 3-4 പേരും കൂടെ കഴിച്ച് ഒരാളുടെ പ്ലേറ്റ് കണ്ടില്ലേ, ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ താണ്ടെ എല്ലാം എൻ്റെ അല്ലുമോനിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ. അവൾക്ക് ഇറച്ചിയൊന്നും വേണ്ടാന്ന്, അവൾക്ക് പല്ലിൻ്റെ ഇടയിൽ കയറുകൊണ്ട് അവൾക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് അവളങ്ങനെ ചോറ് മാത്രം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വയറൊക്കെ നിറഞ്ഞതല്ലേ, ഇനി പോയി കിടന്ന് ഉറങ്ങാം എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ ഗെയ്സ്. നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ. ഓക്കെ, ബൈ.